ഹേയ് നിസാം ബഷീർ പൃഥ്വിരാജ് മൂവി ഐ നോബഡി വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരുന്നു. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പടത്തിന്റെ കട്ട്സ് ആണ്, അതായത് എഡിറ്റിംഗ് ആണ്. ഈ പടം ഏതാണ്ട് ഒരു 3 മണിക്കൂറുണ്ട് ഓൾമോസ്റ്റ്. പക്ഷേ ഈ 3 മണിക്കൂറിലെ പടത്തിനെ ഒരു പരിധി വരെ പിടിച്ചു നിർത്തിയത് ഈ പടത്തിന്റെ എഡിറ്റ് തന്നെയാണ്. പിന്നെ നല്ല ക്യാമറ വർക്കായിരുന്നു. ദിനേശ് പുരുഷോത്തമനാണ് പടത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സിനിമയിലെ പൊളിറ്റീഷ്യൻസ്, മീഡിയ, പിന്നെ ഈ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാല് വലിയ ലാഗ് ഒന്നും പടത്തിലില്ല. ഓക്കെ, അവസാനത്തിൽ 20 മിനിറ്റിൽ അത്യാവശ്യം നല്ല ലാഗ് ആയിരുന്നു. ബാക്കിയൊക്കെ നല്ല ചടപടയിലൊക്കെ പോകുന്നുണ്ട്. ആക്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഉള്ള ആ ഒരു കാർ റേസും ആ കാർ ആക്സിഡന്റ് ഒക്കെ അടിപൊളിയായിരുന്നു. സിനിമ സ്റ്റാർട്ട് ചെയ്ത് ടൈറ്റിൽ വരുന്ന സമയത്ത് തന്നെ നമ്മൾ സിനിമയിൽ ഒന്ന് എൻഗേജ് ആകും. അങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. ഇന്റർവെൽ ഒക്കെ ആകുന്ന സമയത്ത് ഞാനിങ്ങനെ രണ്ടാമത്തെ പകുതി കാണാനായിട്ട് ഇങ്ങനെ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അത്രത്തോളം ഒരു ബിൽഡ് ചെയ്ത് നന്നായി എഴുതി എക്സിക്യൂട്ട് ചെയ്ത് സെറ്റ് ആക്കി വെച്ചേ. ബാക്കിയുള്ളത് ഞാൻ പറയാം. എന്താ വെച്ചാൽ ഈ പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂസ്, പ്രത്യേകിച്ച് പ്രൊമോഷൻ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് ഒരു ഫിലിം ആസ്പിരന്റ്, ഒരു സിനിമ വിദ്യാർത്ഥി, സിനിമ ഭ്രാന്ത് എന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കര ഒരു അസൂയയും ഒരു ബഹുമാനമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇയാൾക്ക് ടെക്നിക്കലി ഫിലിം മേക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നല്ല സെൻസുള്ള മനുഷ്യനാണ്. പിന്നെ ഇയാളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് രാജമൗലിയുടെ കഥ അടുത്തതായിട്ട് വരാൻ വേണ്ടി പോകുന്ന സിനിമ അറിയാം, നമ്മുടെ ക്രിസ്റ്റഫർ നോളന്റെ കഥ അറിയാം, സന്തോഷ് പണ്ഡിറ്റിന്റെ അടുത്ത സിനിമയുടെ കഥ അറിയാം, ലോകത്തിന്റെ അടുത്ത ഒരു 10 കൊല്ലം റിലീസാകാൻ വേണ്ടി പോകുന്ന എല്ലാ പടത്തിന്റെ കഥയും ഇയാൾക്ക് അറിയാം. പക്ഷെ ഈ ചെങ്ങായി അഭിനയിക്കുന്ന പടത്തിന്റെ കഥ മാത്രം അറിയില്ല. എന്തുകൊണ്ട് വെച്ചാല് ഈ പടത്തിന്റെ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഈ പടത്തില് വില്ലൻ എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട് വില്ലൻ ഒന്നുമില്ല. ഇതിൽ ആരാണ് വില്ലൻ? സിസ്റ്റമാണോ വില്ലൻ? പോലീസാണോ? ഓൺലൈൻ മീഡിയാസ് ആണോ? അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ കയറി വരുന്ന ചങ്ങായിയാണോ ഈ പടത്തില് വില്ലൻ? അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇവരോട് ഫൈറ്റ് ചെയ്യണ്ടേ? എന്തെങ്കിലുമൊക്കെ ഒരു ക്യാരക്ടർ ആർക്ക്, ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ വരണ്ടേ? ഇതിൽ നിങ്ങൾ ആരെയാണ് വില്ലനായിട്ട് കാണിക്കാൻ ഉദ്ദേശിച്ചത്? എന്താണ് സംഭവം ഇത്? പിന്നെ ഒരു ബാങ്ക് റോബറി എന്ന് വെച്ചാൽ 10-17 കോടി രൂപയാണ് ഒരു പ്രൈവറ്റ് ബാങ്കിന്റെ ഒരു ബ്രാഞ്ചിൽ നിന്ന് ലൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് എത്രയെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്രൈവറ്റ് ബാങ്കിന്റെ ബ്രാഞ്ചില് ഒരു 5 crore പ്ലസ് ഏതാണ്ട് ഒരു 18 കോടി രൂപയൊക്കെ ഉണ്ടെങ്കിൽ അത് കറൻസി ചെസ്റ്റ് ബ്രാഞ്ചിലാണ് അങ്ങനെയുള്ള അത്രയും വലിയ എമൗണ്ട് ഒക്കെ ഉണ്ടാകുക. കറൻസി ചെസ്റ്റ് ബ്രാഞ്ച് എന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലെ ചെറിയ ലോക്കൽ ബ്രാഞ്ചുകളിലേക്കും ATM-ലേക്കൊക്കെ പൈസ കൊണ്ടുപോകുന്ന വലിയ ലോക്കർ സൗകര്യമൊക്കെ ഉള്ള ബാങ്ക് ഉണ്ടാവുമല്ലോ. അവിടെ ഏകദേശം ഒരു 10-20 കോടി രൂപയൊക്കെ ഉണ്ടാകും. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബാങ്ക് RBIയുടെ അണ്ടറിലായിരിക്കും വരുന്നത്. കാരണം RBIയുടെ സെക്യൂരിറ്റി സിസ്റ്റം അവിടെ ഉണ്ടാകും, ആംഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് അവിടെ ഉണ്ടാകും. അല്ലാതെ ഒരു പട്ടി ചന്തയ്ക്ക് പോകുന്നത് പോലെ പോയിട്ട് ബാങ്ക് റോബറി ചെയ്യാനൊന്നും പറ്റില്ല. ഇതിലും എത്രയോ ബെറ്റർ ആയിട്ടാണ് മറ്റേ കാക്കക്കുയില് ലാലേട്ടനും മറ്റേ കൊച്ചിനെ മുകേഷ് എല്ലാം ആ ബാങ്ക് കൊള്ളയടിക്കുന്നത്. ഇതെന്തോന്ന് കൊള്ള നമുക്ക് കാണുമ്പോഴത്തേക്ക് ഓക്കെ, അത് വിട്ടെ. ഇത് ഞാൻ എപ്പോഴും ചിന്തിച്ചെന്നറിയോ, സെക്കൻഡ് ഹാഫ് വീക്ക് ആകുന്ന സമയത്താണ് നമ്മൾ ഫസ്റ്റ് ഹാഫിലെ ലൂപ്പിനെ കുറിച്ച് ചിന്തിക്കുക. അല്ലാതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. സെക്കൻഡ് ഹാഫിൽ എത്തിയിട്ട് നമ്മളിങ്ങനെ തപ്പും ഈ സ്ക്രിപ്റ്റിൽ, ഇവൻ ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഇതിൽ എന്താണ് സംഭവം എന്ന് നമ്മൾ തിരിച്ചറിയിക്കുന്ന സമയത്ത് ഷടാ ഇത് ഇങ്ങനെയാണ് കാര്യം. അതായത് ഈ പടം വീക്ക് ആവാനുള്ള എല്ലാ കാര്യങ്ങളും ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫിലെ ഇവര് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നത് സെക്കൻഡ് ഹാഫിലായിരിക്കും. ഒരുപാട് ലൂപ്പ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതില് വേറൊരു വില്ലനായിട്ട് എനിക്ക് ആദ്യം തോന്നിയത് ഹക്കീം ഷായുടെ കഥാപാത്രത്തിനാണ്. അതായത് നമ്മുടെ മീശോ വിനയ് ഫോർട്ട്. ഹക്കീം ഷായുടെ കഥാപാത്രത്തിനെ വില്ലനാക്കാൻ ഉദ്ദേശിച്ചാലും ഒരു പവറോ ഒരു ഗുമ്മൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു എന്താണ്, ഒരു അൽക്കുൽത്ത് വില്ലൻ, ഒരു പവർ ഇല്ലാത്ത വില്ലൻ. പിന്നെയുള്ളത് ഒരു നിഷാന്ത് സാഗറാണ്. അയാൾ ഒരു അളിയൻ കഥാപാത്രം. പക്ഷെ അത് ഒരു പറയത്തക്ക വില്ലനൊന്നുമല്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം ഉണ്ടായത്, ഓൺലൈൻ മീഡിയാസിനെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മലനാടൻ തായോടി എന്നൊരു ആളില്ലേ യൂട്യൂബില്, അയാളെ നല്ല രീതിയിൽ വലിച്ചു കയറിയിട്ടുണ്ട്. ആ കഥാപാത്രത്തിന് 2 അടി കൊടുക്കണമെന്ന്, അതായത് ഈ പൃഥ്വിരാജിന്റെ റോള് 2 അടി കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. രാജീവൻ എന്നാണ് ക്യാപ്റ്റന്റെ പേര്, പൃഥ്വിരാജിന്റെ ക്യാപ്റ്റന്റെ പേര്. മറ്റേ ആളുടെ പേര് എന്താണ് ജോസഫ് അങ്ങനെ എന്തോ തോന്നുന്നത്. പലനാടൻ അതൊക്കെ പല ഓക്കെ, അങ്ങനെ തന്നെയാണ്, പെർഫെക്റ്റ് ആണത്. അയാൾക്ക് 2 അടി കിട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് അടിയൊന്നും കിട്ടിയില്ല. അയാൾ എവിടെ പോയിന്ന് പോലും അറിയില്ല. അങ്ങനെ ഓൺലൈൻ മീഡിയസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഊക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോ നമ്മുടെ ലൈവിൽ നിൽക്കുന്ന ഒരുവിധം മാധ്യമ പ്രവർത്തകരൊക്കെ ഒന്ന് തല കാണിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹാഷ്മി അവരൊക്കെ. പിന്നെ മീഡിയ 1-നെ മീഡിയ 2 ആക്കിയിട്ടുണ്ട്.
റിപ്പോർട്ടറിനെ ക്രിപ്പോർട്ടർ എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അനുകൂൽ ടോണിയൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ മലനാടിനെ നോക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മൈ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ലുക്ക് ആയിരുന്നു. അയാൾ അർഹിക്കുന്നുണ്ട്. 2 ഇടി കൂടി കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഈ കൊരങ്ങിനെല്ലാം വെടിവെക്കാൻ ഉപയോഗിക്കുന്ന തോക്കും കൊണ്ട് ഇവര് ബാങ്ക് റോബറിക്കെല്ലാം പോവേ. ബാങ്ക് റോബറി എല്ലാം പെട്ടെന്ന് കഴിയും. ഓക്കെ, സിനിമയല്ല, നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ആ ഭാഗത്താണ് നമ്മുടെ ഖാലിദ് റഹ്മാനും മറ്റേ സുദീഖ് കോപ്പയും ടീമൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. അവരാകെ കുറച്ചേ ഉള്ളൂ. ആ ഭാഗം നന്നായി ഷൂട്ട് ചെയ്ത് വെച്ചു. ബാക്കിയുള്ള ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു മുരളി ഗോപിയുടെ ഒരു അദൃശ്യമായ സാന്നിധ്യം ഈ പടത്തിന്റെ സ്ക്രിപ്റ്റിൽ എവിടേക്കോ കാണുന്നുണ്ട്. കാരണം ഇയാളുടെ പുൽച്ചാടി, പാമ്പ്, കഴുകൻ, മറ്റേ ഭക്ഷ്യശൃംഖലയില്ലേ, അത് ഈ പടത്തിലുണ്ട്. പ്ലസ് പിണറായി വിജയനും ഉണ്ട്. വിജയരാഘവന്റെ കൊലത്തിലാണ് ചെങ്ങായി വരുന്നതെന്ന് മാത്രം. അനാവശ്യമായിട്ട് പല സാധനങ്ങളും ഒരു കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എവിടേക്കോ ഒരു ചില കൈകടത്തലും കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സിറ്റുവേഷനുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ വരുന്നത്. പിന്നെ ശങ്കർ രാമകൃഷ്ണന്റെ പോലീസ് കഥാപാത്രം എന്ന് പറഞ്ഞാൽ അത് ഈ പടത്തിന്റെ ഒരു വലിയ ഡ്രോബാക്ക് ആണ്. മധുപാലിന്റെ പോലീസ് കഥാപാത്രം എന്ന് പറഞ്ഞാൽ മധുപാൽ വലിയ ആക്ടറല്ലാണ്, ഡയറക്ടറാണ്, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഫിസിക്കിന് ചേരുന്ന ഒരു റോളല്ല പോലീസ് റോൾ. ഒരു പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ നമുക്കൂടെ തോന്നേണ്ടതാണ് പോലീസുകാരനാണ്. അതിനെക്കാൾ എത്രയോ ബെറ്ററാണ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരനെ അടിച്ചിട്ട് മറ്റേ വാർഡ്രോബിലിട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്, ഒരു കബോർഡിലിട്ടിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അയാൾ കുറച്ചുകൂടി ബെറ്ററാണ്, കണ്ടാന്നൊക്കെ തോന്നുന്നു പോലീസുകാരനാണ്. പക്ഷെ ഈ മധുബാലിന്റെ പോലീസ് റോള് വളരെ വീക്കായിരുന്നു. ഈ പള്ളെല്ലാം ചാടിയിട്ട് ഇങ്ങനെ ചണ്ണവരായിട്ടുള്ള ഒരു കഥാപാത്രം. ഞാൻ ആക്ടറിനെ കുറ്റം പറഞ്ഞല്ല കേട്ടോ, പക്ഷെ ആ കഥാപാത്രം ഒരിക്കലും ഫിറ്റ് ആവുന്നില്ല. നമുക്ക് എവിടെ ഒരു ഗുമ്മ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഒരുപാട് ഫൈറ്റ് ഉണ്ട് ഈ പടത്തിൽ, ഒരുപാട് അടിയുണ്ട്. അടി വാങ്ങി കൂട്ടുന്നുണ്ട്, നല്ല രീതിയിൽ അടി തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനടി വാങ്ങണം? പിന്നെ പൃഥ്വിരാജിന്റെ അഭിനയം എന്ന് വെച്ചാൽ കിടില അഭിനയമായിരുന്നു. അഭിനയത്തിലൊന്നും നോക്കുകയാണെങ്കിൽ മോശം അഭിപ്രായം കേട്ടോ. ചെങ്ങായി അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാരണ പടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു അതൊന്നും ഈ പടത്തിലില്ല. അതൊക്കെ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പാർവതി നല്ല കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പാർവതി, പിന്നെ 2 കുട്ടികൾ, അതിൽ ഒരു വലിയ മോളുണ്ട്. ആ കുഞ്ഞി എക്സാക്ട്ലി ലൈക്ക് പാർവതിയെ പോലെ തന്നെ ആയിരുന്നു. നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ചെറിയ കുട്ടി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിറ്റുവേഷൻ അനുസരിച്ച് നല്ല ടൈമിങ്ങുള്ള ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും കുറ്റം പറയാനൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള പല ആൾക്കാരും മിസ്കാസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. ഇവരിത് ചെയ്യാൻ ഒട്ടും ഒരു ചെയ്തിട്ടൊന്നും ആകുന്നില്ല. ഇവരെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല പുറത്തേക്ക് വരുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് വളരെ വീക്കാണ്. ആദ്യത്തെ ബിൽഡപ്പോ കാര്യങ്ങളെല്ലാം സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയോ പാടി പോകുന്നുണ്ട്. എവിടെ എത്തുന്നില്ല ഈ സാധനങ്ങളൊന്നും. പിന്നെ ഒരു ബസ്സിനകത്തുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നല്ല കിടിലൻ ഫൈറ്റ് ആയിരുന്നു. പിന്നെ ഒരു ഓട്ടോറിക്ഷ ആക്സിഡന്റിന് ശേഷം ഒരു ക്രൗഡിനെ അടിക്കുന്ന ഒരു സീൻ ഉണ്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര റിയൽ ആണ് കേട്ടോ. ഞാൻ ഏകദേശം അങ്ങനെ 2-3 സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം അങ്ങനെ ആയിരിക്കും. ഒരു റിക്ഷയെല്ലാം ഇടിച്ചു കഴിഞ്ഞാലില്ലേ ക്രൗഡെല്ലാം കൂടി ഡ്രസ്സുമായിരിക്കും. പിന്നെ ജെക്സ് ബിജോയുടെ മ്യൂസിക് അടിപൊളിയാണ് കേട്ടോ. ആ ഹിന്ദി പാട്ട് ഇതിലധികവും ബാക്ക്ഗ്രൗണ്ട് ഇത് വന്നിട്ടുള്ളത് ഹിന്ദി ഇതിലുള്ള റോക്ക് ടൈപ്പ് സോങ് ആണ്. സാധാരണ ഇപ്പൊ ഒക്കെ വരുന്നത് ഇംഗ്ലീഷ് പാട്ടൊക്കെ വരുന്നത്. ആ കുഞ്ചാക്കോ ബോബന്റെ മറ്റേ സിനിമയിലൊക്കെ ഉള്ള ആ പാട്ട് ഇംഗ്ലീഷ് ആണല്ലോ, പൊതുവെ ഇംഗ്ലീഷ് ആണ് വരുന്നത്. പക്ഷെ ഇതിൽ ഹിന്ദി ട്രാക്കാണ് ഓടിച്ചിട്ടുള്ളത്. പിന്നെ അതല്ലാതെയുള്ള 1-2 പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പാട്ടായിട്ട് എടുത്തിട്ടുള്ളതല്ല, സിറ്റുവേഷൻ അനുസരിച്ച് വന്നിട്ടുള്ള പാട്ടാണ്. കേൾക്കാൻ നല്ല രസമായിരുന്നു. ജെക്സ് ബിജോയ്ക്കും ഒരു പരിധിയിൽ കൂടുതലൊന്നും ചെയ്യാനൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മള് ജെക്സ് ബിജോയ് കത്തിച്ചു എന്നൊക്കെ പറയാറില്ലേ, ഇതിയാൾ കത്തിച്ചു. പക്ഷേ നമ്മൾ ഈ ചാവറെല്ലാം വാരിയിട്ട് കത്തിക്കൂല, അതുപോലെ കത്തിച്ചു കഴിഞ്ഞാൽ സ്മെല്ല് വരും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തീയും പുകയെല്ലാം കാണണ്ടേ, എന്തെങ്കിലുമൊക്കെ പൊട്ടണ്ടേ. ഇതിങ്ങനെ നമ്മൾ ചാവറെല്ലാം വാരിയിട്ട് കത്തിക്കുന്നത് പോലെ സ്കൂളിൽ സ്മെല്ലായിരുന്നു, പ്ലാസ്റ്റിക് എല്ലാം ഇട്ട് കത്തിക്കുന്നത്. അമ്മ അത് കത്തിക്കലായിരുന്നു. പിന്നെ ഞാൻ വലിയ പ്രതീക്ഷയിൽ പോയ സിനിമയാണ്. കാരണം റോഷാക്ക്, കെട്ടുവള്ള മാലാഖെല്ലാം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹൈപ്പ് ഉണ്ട്. നിസാം ബഷീർ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡായ സാധനമായിരുന്നു. പിന്നെ പൃഥ്വിരാജ് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അല്ല എങ്കിൽ പോലും അയാളുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു മാനേജ് ചെയ്യുന്ന രീതിയിലും കാണുന്ന സമയത്ത് എന്തോ വലുത് വരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് പോരാ. ഇനി ആകെ ഒരു പ്രതീക്ഷ ഖലീഫയാണ്. അതെന്താവെന്ന് അറിയില്ല, കണ്ടിട്ട് പറയേണ്ടി വരും. ഓണം റിലീസാണ്. ഐ നോബഡിയിലേക്ക് വരുന്ന സമയത്ത് ഇത് എന്താണ് ഈ സാധനം, എവിടേക്കോ ഒരു അർജുനൻ സാക്ഷിയുടെ ഫീൽ വന്നു. ഞാൻ മുമ്പ് അർജുനൻ സാക്ഷി വീഡിയോ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞതാണ്, ഇതിന്റെ ടീസറൊക്കെ കണ്ട സമയത്ത് ഏതാണ്ട് ഇതുപോലെയൊക്കെ തോന്നിയത്. സിസ്റ്റമാണോ വില്ലൻ, പോലീസാണോ വില്ലൻ, സാഹചര്യമാണോ വില്ലൻ, ഒരു ഡൈവേഴ്സ് സാങ്ഷൻ ചെയ്യാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകും. സ്റ്റോറിയിലേക്ക് ഞാൻ വരുന്നില്ല, ബാക്കി നിങ്ങൾ കാണുക. എന്റെ അഭിപ്രായം പറഞ്ഞതല്ലോ കേട്ടോ, സ്ട്രിക്ട്ലി പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങളിവിടെ കണ്ടു നോക്കുക. 3 മണിക്കൂർ അടുപ്പിച്ച് ഈ പടമുണ്ട്. പക്ഷെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അയ്യനായി പോകും. എനിക്ക് കേട്ടാ. ഓക്കെ.
സോ സീ യു നെക്സ്റ്റ് വീഡിയോ.